ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ജൂൺ മാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ പുതിയ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാകും. ആദ്യമായി വെണ്ടയാണ് വിളവെടുക്കുന്നത്. മഴക്കാലത്ത് നടാൻ പറ്റിയ ഒരു വിളയാണ് വെണ്ട. നമ്മൾ കൃഷി ചെയ്യുന്നത് വയലിലായതുകൊണ്ട് മഴക്കാലത്ത് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും അടുത്തടുത്തായിട്ട് വെണ്ട നട്ടിരിക്കുന്നത്. ഇല ഇങ്ങനെ ചുരുണ്ട് ഇതിൽ പുഴു ഉണ്ടാകും. ഇത് കണ്ടാൽ അപ്പോൾ തന്നെ ഇല കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ ചെടി മൊത്തത്തിൽ നശിക്കാൻ ഇത് കാരണമാകും. സ്ഥലമൊക്കെ ഉള്ളവർ കുറച്ചുകൂടി അകലത്തിൽ നട്ടാൽ ഇതിൻ്റെ പരിപാലനം കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. മഴക്കാലത്ത് ചെടിയുടെ തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം. പിന്നെ ഈ മാസത്തിൽ നമുക്ക് കാര്യമായ മഴയൊന്നും ലഭിക്കാത്തത് കൊണ്ട് വിത്തൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. ഇന്ന് എനിക്ക് ഇത്രയും വെണ്ടയാണ് വിളവെടുക്കാൻ പറ്റിയത്. അടുത്തതായി നമുക്ക് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചാലോ? എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒന്നാണ് കറിവേപ്പില. കറിവേപ്പിലയുടെ തൈകൾ ഒന്നും ഇല്ലാത്തവർ ഒരു തൈയൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണേ. വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം ആണ് കറിവേപ്പില കൃഷിക്ക് കുറച്ചുകൂടി അനുയോജ്യം. ഇതിന് പ്രത്യേകം വളം ഒന്നും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യവുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ കറിവേപ്പില നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാം. അടുത്തതായി വഴുതിന വിളവെടുത്താലോ? തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് വഴുതിനങ്ങ. ഇതിനൊന്നും പ്രത്യേക പരിചരണം ഒന്നും ആവശ്യമില്ല. എൻ്റേത് ചെറിയ തൈയാണ്, അതുകൊണ്ട് അത്ര അധികം വഴുതിനയൊന്നും എനിക്കിതിൽ നിന്ന് കിട്ടിയില്ല. ഇനി കുറച്ച് പയർ പൊട്ടിക്കാം. പയർ എല്ലാ സീസണിലും വളർത്താൻ പറ്റിയ ഒന്നാണ്. കുറച്ചധികം ശ്രദ്ധ വേണ്ട ഒന്നാണ് പയർ. ഇതിനെ ബാധിക്കുന്ന ഒന്ന് അരക്ക് ആണ്. അതിനെ തുടക്കത്തിൽ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെടി തന്നെ നശിച്ചു പോകും. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അരക്കിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇത്രയും പയർ ആണ് നമുക്ക് ഇന്ന് വിളവെടുക്കാൻ കഴിഞ്ഞത്. പലതരത്തിലുള്ള പയറൊക്കെ ഇടകലർത്തി നട്ടാൽ പയർ ഉണ്ടായാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അടുത്തതായി കുറച്ച് മുളക് പറിക്കാം. പയർ കൃഷിയിലും മുളക് കൃഷിയിലും വില്ലനായി വരുന്നത് അരക്ക് തന്നെയാണ്. മുളകിൻ്റെ ഇലയുടെ അടിയിൽ നീര് ഊറ്റി കുടിക്കുന്ന ഒരു തരം വെള്ളപ്രാണിയുടെ ശല്യവും കാണാറുണ്ട്. അപ്പോൾ ചെടി തന്നെ നശിച്ചു പോകും. ഇതിന് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിന് ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് അരക്കിൻ്റെ ശല്യവും വെള്ളീച്ചയുടെ ശല്യവും എല്ലാം പോകുന്നതിന് നല്ലതാണ്. ചെടി വളരുമ്പോൾ തന്നെ കീടങ്ങളിൽ നിന്നും ചെടിയെ സംരക്ഷിച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇന്ന് ഇത്രയും വിളവ് ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഇന്ന് തന്നെ പറ്റുന്ന രീതിയിലൊക്കെ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷി എന്ന് പറയുന്നത് മാനസികമായും നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ ബായ്.